താനിത് എവിടെ കൊണ്ടേ കളയാനാണ്? നീ കഴിച്ചോ ഓമനക്കുട്ട, കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നിറച്ച് കോൺഫിഡൻസ് ആണല്ലോ അവിടെ. ഇതും കൂടി കഴിച്ചു. കോൺഫിഡൻസ് നല്ലതാണ്. കുറച്ച് കോൺഫിഡൻസും കൂടെ ഓർഡർ ചെയ്യൂ ചേട്ടാ. നീ കഴിക്കുന്നില്ലേ? അകത്തുള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല, അപ്പോഴാ അകത്തോട്ട് തട്ടുന്നത്. ബാബാ രാംദേവ്, നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ? ആസനല്ലടിയാ, രാവിലെ തുടങ്ങിയ വിളിയ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നീ വേറെ എന്തിനേലും കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇവനെ കണ്ട എന്ത് സ്ഫോടനാണ്. വല്ല ആവശ്യമുണ്ടാ? ചേട്ടന്മാർ രണ്ടുപേരും ഇത് പിടിച്ചിരുന്നോളൂ. നീ എവിടെ പോടാ? ഇനി നിന്ന പൊട്ടുകളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ നോട്ടെ. എടാ ഞാനും ഉണ്ടാ, എന്നോട് കൊണ്ടുപോകും പ്ലീസ്. നോക്കട്ടെ ഓമനക്കുട്ട, അയാൾ വീടിന്റെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഞാണ്ട് ആദ്യം ഞാൻ കയറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ. അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, ഓമനക്കുട്ട ഞാൻ നായരാ. മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? ആ തടിയൻ ആദ്യം കേട്ടോണ്ടിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. അയാളവിടെ താഴോട്ട് കൂട്ടി. ഇതിനാദ്യം ഞാൻ കൊല്ലും, പിന്നെ അയാളെ കൊല്ലും, എന്നിട്ട് ഞാൻ രണ്ടിടത്തിന് കറി വെച്ചല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് ഇതിൽ ചെയ്യും. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ സൂത്രമുണ്ട്, മാനം കാണാത്ത കല്ലെടുത്ത് 3 പ്രാവശ്യം വയറ്റത്ത് ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല. പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റ് ഇട്ടണമെങ്കിൽ അപ്പൊ തന്നെ അപ്പി തിരിച്ച് മേളിലേക്ക് കയറി പോവല്ല. എടാ, ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തുളസീകരം പിള്ള ഇത് പണിഞ്ഞെടുത്തില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയാൾ നമ്മളെ ഇവിടുന്ന് പുറത്തി അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട് മാറണം. വീട് മാറലും നടക്കൂല, ഈ വാടകയ്ക്ക് വേറെ വീട് കിട്ടൂലെന്ന്. എന്നാ ഈ പ്രസ്ഥാനം നമ്മൾ തന്നെ പണിയേണ്ടി വരും. 500 രൂപ ഞാനിട്ട് നമുക്ക് പ്രസ്ഥാനം പണിയാ. ഞാനും ഇട്ട് 500. ബാക്കി നിന്റെ കുബേർ കുഞ്ചോട് തരാൻ പറ. ഓമനക്കുട്ട, ഓമനക്കുട്ട, ഇവന് താർക്കട രാവിലെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്. വേറെന്തോ പുലിവലോപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. ഗൗതം മിണ്ടായിടാ, വിളിക്കാട്ടാ. ഓമനക്കുട്ട, നമ്മളിങ്ങനെ പിരിവിട്ട് ക്ലോസറ്റ് വാങ്ങിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ? എന്റെ കയ്യിലൊന്നുമില്ല. ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ചു കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല. അല്ല, അത് കുഴപ്പമില്ല, ആളെ അക്കൗണ്ടിൽ നിർത്താ മതി. അക്കൗണ്ടിലൊന്നുമില്ല, അതൊക്കെ അപ്പൻ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഫ്രീസാ? അധിക ചെലവാന്നാ പറയണ. അപ്പൊ അതിനൊരു തീരുമാനമായി. ഓമനക്കുട്ടാ, 1200 രൂപയേ ഉള്ളൂ. ജീവിച്ചു പോട്ടെ പാവങ്ങളാ. അപ്പൊ നിന്റെ ഇനി ഒന്നുമില്ലേ? അതെ, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എവിടെ പോണ്? ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. നമ്മള് വേറൊരു ബുക്ക് നോക്കിയായിരുന്നു. അത് അമ്മൂമ്മയുടെ ബുക്ക്
അതിലെങ്ങനെ പോയി കയറും. എടാ അത് ഞാൻ ഓടിച്ചോട്ടെ. ഒന്ന് പോയിക്കോ. എടാ സമ്മതിക്കണ. അത് കേട്ടോ. നീ അവനെ എടാ ഞാൻ ഓടിക്കടാ. പൊളിക്കരുത്. பேப்டிஸ்ட் நான் உன்னை பார்த்துட்டேன். ஆமாம், தனியாக தான் வந்திருக்கு. சரி, ஏன் இந்த இடம் பப்ளிக் எல்லாம் இருக்கு? அவன் வேலையை பார்த்துட்டு இருப்பான். இதுதான் சேஃப்டியான இடம். ஏதாவது பிரச்சனை ஆச்சுன்னா? எதுவும் ஆகாது. எவ்ரி திங் இஸ் இன் மை கண்ட்ரோல். அது மட்டும் இல்லை, ஏதாவது இன்ஃபர்மேஷனில் போலீஸ் வந்தால் கூட இந்த க்ரௌடில் ஷூட் பண்ண முடியாது. எனக்கு ஒரு 5 minutes டைம் தேவை. இது நம்ம ஃபர்ஸ்ட் டீல். எனக்கு பொருள் ஒரிஜினல் செக் பண்ணோம். சரி, நான் எப்படி பொருள் அனுப்புறது? நான் எப்படி உன்னை நம்புறது? நீ என்ன நம்பித்தான் ஆகணும். தனியாக வரேன்னு சொல்லிட்டு அவன் ஒரு கேரியர் மட்டும்தான். எல்லாத்தையும் எக்ஸ்பிளைன் பண்ண டைம் இல்லை. அவங்ககிட்ட கொடுத்துரு. கொடுக்குறேன். Just hold on. Okay, don't move. Yes, sir. Wait for my orders. Sir. എനിക്ക് രണ്ടിനെ ചേർത്ത് വേണം. Right? Okay, sir. Okay, swing right side. Right, swing. Okay, now swing left. Sir, we have Yeah. different models here. You know, it's not the model. We need capacity. Sir, this one has a maximum capacity. It has inbuilt fan, automatic flush. How much is it? It's only 3,20,000 rupees. നന്നായി. ചേട്ടാ, നമുക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ വില കുറഞ്ഞ ക്ലോസറ്റ് മതിയായിരുന്നു. இட்ஸ் ஒரிஜினல். நான் கேஷ் அனுப்புகிறேன். அதெல்லாம் வேண்டாம், நீ தான் வரணும். சரி, நானே வரேன். Move slowly. ഏയ്